വിവോ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കമോൺ ഇവിടെ 2 ബോക്സുകൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. പുതിയ വിവോ ഫോണുകളാണ്, 2 കളർ ഓപ്ഷനുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ടിന്റെയും ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. രണ്ടും 2 കളറാണ്. ഏതാ ഇഷ്ടപ്പെട്ടത്? ഇത് ബ്ലാക്ക് ഡയമണ്ട് എന്ന കളറാണ്, ഇത് സാഫ്രോൺ ഡിലൈറ്റ് എന്ന കളറാണ്. സോ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഡിസൈനെ കുറിച്ചും കളറിനെ കുറിച്ചും ഫോണിനെ കുറിച്ചും പറയാം. അതിനു മുമ്പ് ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ കേസ്, ഡോക്യുമെന്റേഷൻ, സിം ടൂൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇത് കൂടാതെ ചാർജർ, ചാർജിങ് കേബിൾ, അപ്പോൾ എല്ലാം ഉണ്ട്. അതൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഫോണുകളിലേക്ക് വരാം. സോ ഇതാണ് വിവോ Y200E എന്ന് പറയുന്ന ഏറ്റവും പുതിയ വിവോ ഫോൺ. അണ്ടർ 20,000 വരുന്നത്. സോ 20,000 താഴെയൊക്കെ ഷോപ്പിൽ പോയിട്ട് നമുക്കൊരു ഫോൺ എടുക്കണം, EMI ഒക്കെ നോക്കി നമുക്ക് സൗകര്യത്തിന് എടുക്കണം, ഒക്കെ ചെക്ക് ചെയ്തൊക്കെ നോക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത ഏറ്റവും നല്ല 20,000 താഴെ കിട്ടുന്ന വിവോ ഫോണുകൾ ഇതായിരിക്കും. സോ അപ്പോൾ ഇതിനെക്കുറിച്ച് ചുരുക്കി ഒന്ന് ഞാൻ പറയാം, ഒന്ന് അറിഞ്ഞിരുന്നോളൂ. ഈ 2 ഫോണുകളുടെയും റിയർ സൈഡിൽ 2 മെറ്റീരിയലാണ് കേട്ടോ. ഇത് ഒരു പ്ലാസ്റ്റിക് ഫൈബർ ഷീറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്, ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഇതാവുമ്പോൾ ലെതറാണ്, അതും ഡ്യൂറബിൾ ഇക്കോ ഫൈബർ ലെതർ എന്നാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ ഒരു 3D ക്രിസ്റ്റൽ ടെക്സ്ചറൊക്കെ നമുക്ക് ഇതിൻ്റെ പുറകിൽ കാണാം. അത്യാവശ്യം നന്നായിട്ടുണ്ടല്ലേ. ഒപ്പം തന്നെ ആ ക്യാമറ റിങ്ങും കാര്യങ്ങളൊക്കെ തിരികെ ഡെക്കറേറ്റീവായി ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ നോക്കിയാൽ ഹൈ ഗ്ലോസ് ഫിനിഷ് ആണ്, ഗ്ലോസി ഫിനിഷ് എന്നൊക്കെ അറിയാലോ, ആ ഒരു റിഫ്ലക്ഷൻ ഒക്കെ തോന്നുന്ന തരത്തിൽ. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ലെതർ ഇത്തിരി സ്പെഷ്യാലിറ്റി ഒക്കെ ഉള്ളതാണ്. പെട്ടെന്ന് സ്ക്രാച്ച് ഒന്നും വരില്ല. നമ്മുടെ കീ ഒക്കെ പോക്കറ്റിൽ കീയുടെ ഒപ്പം ഫോൺ ഇട്ടാലും പെട്ടെന്ന് സ്ക്രാച്ച് ഒന്നും വരില്ലെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ഒരിച്ചൊക്കെ നോക്കുന്നുണ്ട്. അതേപോലെ കോഫിയൊക്കെ നമ്മൾ കുടിക്കുന്നിടയ്ക്ക് അത്യാവശ്യം ഒന്നും ഇതിന് പുറത്തേക്ക്, അത്യാവശ്യമല്ല കുറച്ച് ഞാൻ അറിയാണ്ടതിലേക്ക് വീണാലും ആന്റി സ്റ്റെയിൻ എന്നാണ് പറയുന്നത്. കറയൊന്നും പിടിക്കില്ല, കണ്ടോ, കറ പിടിക്കുന്നില്ല. എന്തായാലും മൊത്തത്തിൽ വളരെ സ്ലിം ആയ ഫോണാണ് കേട്ടോ. പതിവ് പോലെ തന്നെ വിവോ ഫോണുകൾ സ്ലിം ആണ്. ഡിസ്പ്ലേ ഒക്കെ 2.5D ഫ്ലാറ്റ് ഡിസൈൻ ആണ്. IP54 വാട്ടർ റേറ്റിംഗ് വരുന്നുണ്ട്. ടോട്ടലി ഒരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഫോണാണ്. അതായത് ലുക്കിംഗ് ലൈക്ക് എ വാവ് എന്ന് പറയാം. കാണാൻ ഭംഗിയൊക്കെ നന്നായിട്ടുണ്ട്. ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ഇനി ഇതിന്റെ ഡിസ്പ്ലേകൾ നോക്കി കഴിഞ്ഞാൽ 6.67 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ E4 AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 1800 നിസിന്റെ പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളും വരുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചാൽ എന്തായാലും കൊള്ളാം, നന്നായിരിക്കുന്നു. പിന്നെ 100% ECI-P3 സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഇഷ്യൂ ഇല്ല ഈ ഭാഗത്തൊന്നും. ടോട്ടലി ഡീസന്റ് ഡിസ്പ്ലേ ആണ്. ഇതിനകത്ത് വേറെ അപാകതകളൊന്നും വരുന്നില്ല. ഇനി ഫോണുകളുടെ ബാറ്ററി നോക്കിയാൽ 5000 mAh ബാറ്ററി, 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് വരുന്നത്. 20,000 താഴെ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഡീസന്റ് സെറ്റപ്പ് ആണ്. ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസറാണ്. FunTouchOS 14 ആൻഡ്രോയിഡ് 14 ബേസ്ഡ് ആണ്. പെർഫോമൻസിൽ ഈ ഒരു വിലയ്ക്ക് ഏകദേശം 20,000 താഴെ എന്ന് പറയുമ്പോൾ പോരാ. എന്നാലും വിവോയുടെ ഫോണുകളുടെ കാര്യം നമുക്ക് പലർക്കും അറിയാം. വിവോ ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാം, അത്ര വലിയ സെറ്റപ്പ് ഒന്നും ആയിരിക്കില്ല പെർഫോമൻസ്. പ്രത്യേകിച്ചും ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഫോണെന്ന രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഈ രീതിയിൽ നോർമലായ ഒരു പെർഫോമൻസ് കിട്ടും. അത്യാവശ്യം ഇവിടെ ഞാൻ അസ്ഫാൾട്ട് 9 ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതൊക്കെ നമുക്ക് പോസിബിൾ ആണ്. ഈ കാണുന്ന രീതിയിൽ നമ്മളൊരു ഗെയിമിംഗ് ഫോൺ എന്ന രീതിയിൽ ഇതിനെ നോക്കണ്ട. സാധാരണ യൂസിന് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല പെർഫോമൻസ് തരുന്ന ഡീസൻറ്റ് വിവോ ഫോൺ എന്ന് പറയാം. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജുമാണ് വരുന്നത്. എക്സ്റ്റൻഡഡ് റാം 3.0 വരുന്നുണ്ട്. 8GB റാമിൻ്റെ ഫോൺ എടുത്താൽ 8GB + 8GB നമുക്ക് 16GB റാമുള്ള ഫോൺ പോലെ ഉപയോഗിക്കാം. സോ മൊത്തത്തിൽ ഒരു ഡീസൻ്റായ സാധാരണ യൂസിന് പറ്റിയ നല്ല പെർഫോമൻസ് ഈ ഫോൺ തരുന്നുണ്ട്. ഇനി ഈ ഫോണുകളുടെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ക്യാമറ 50 മെഗാപിക്സലിൻ്റെ സെറ്റപ്പാണ്. ഫ്രണ്ടിൽ 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. സാമ്പിളുകൾ കണ്ടു നോക്കിക്കോളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡേ ലൈറ്റ് ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലൈറ്റ് മാത്രമല്ല ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. രണ്ടായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇമേജുകൾ നമുക്ക് ഈ ഫോൺ തരുന്നുണ്ട്. നൈറ്റ് ഫോട്ടോസ് ഒക്കെ ഞാൻ എടുത്ത് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതും അത്യാവശ്യം നല്ലതാണ്. സെൽഫി ക്യാമറ ഇമേജുകൾ ഞാൻ പല ലൈറ്റിംഗ് കണ്ടീഷനിൽ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് ഫോട്ടോസ്? കൊള്ളാവോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങളാണ് കമൻറ്റ് ചെയ്യേണ്ടത്. വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന തരത്തിലാണ് വീഡിയോ ക്വാളിറ്റി. നമുക്ക് ഈ ഒരു വിലയ്ക്ക് 4K ഒന്നും ഇവർ തരുന്നില്ല എന്നുള്ളത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ഫുൾ HD വീഡിയോസ് ആണ്. പക്ഷേ അത് ഈ കാണുന്ന തരത്തിൽ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റിയും ഇവിടെ കാണാം. ക്യാമറയുടെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ലാത്തൊരു നല്ല സെറ്റപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. ശരാശരി, ഞാൻ അപ്പടി ഇതാണ് ടോപ്പ് എന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും നന്നായിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. ഇനി ജസ്റ്റ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ കൂടി ഞാനൊന്ന് കാണിക്കാം. ഡുവൽ നാനോ സിം ആണ് കാണുന്നത് ആദ്യം. പിന്നെ മെയിൻ മൈക്രോഫോൺ, Type-C പോർട്ട്, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ടോപ്പ് സൈഡിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ ആണ്. ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ക്ലീൻ ആണ്. ഫ്രണ്ട് സൈഡിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ സെൻസർ അടങ്ങുന്ന 5 ഹോൾ ക്യാമറ സെറ്റപ്പുള്ള ഡിസ്പ്ലേ ആണ്. സോ ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ. ഓവറോൾ ഈ ഒരു ഫോൺ ഒരു വിവോ ഫോണിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരെ സംബന്ധിച്ച്, നിങ്ങൾക്ക് കടയിൽ പോയിട്ട് എടുക്കണം ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പോയി ഇൻസ്പെക്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട് എടുക്കാവുന്ന നല്ല സർവീസ് ഒക്കെ കിട്ടുന്ന ഒരു സാധാരണ യൂസിന് പറ്റിയ നല്ല വിവോ ഫോൺ. വിവോ ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇനി ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 19,999 രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിന് പിന്നെ ചില ഓഫറുകളും അവർ പറയുന്നുണ്ട്. അതായത് ബാങ്ക് കാർഡ്, SBI കാർഡ് മേലൊക്കെ 1,500 രൂപയുടെ ഡിസ്കൗണ്ട് എക്സ്ട്രാ പറയുന്നുണ്ട്. അല്ലെങ്കിൽ EMI ഒക്കെ 45 രൂപ പെർ ഡേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവം ഇവർ പറയുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം സംഭവങ്ങളൊക്കെ. കടയിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഓഫറുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വാങ്ങിക്കാൻ ശ്രമിക്കുക. സോ മൊത്തത്തിൽ കടയിൽ പോയിട്ട് വാങ്ങിക്കാൻ പറ്റിയ വിവോ ഫോണുകളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നത് കുറവാണ് എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ. സോ ഇങ്ങനെയാണ് ഈ ഫോണിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം. ശരാശരി നിലവാരമുള്ള നല്ല ഡീസൻ്റായി വിവോ ഫോൺ.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. താല്പര്യമായവർക്ക് പർച്ചേസ് ചെയ്യാൻ വേണമെങ്കിൽ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളുടെ അടുത്തുള്ള കടകളിലും കിട്ടും. അവിടെ പോയി ചെക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള രീതിയിൽ പർച്ചേസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.